ഹലോ മക്കളെ, +2 ക്ലാസ്സുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. +2 സ്കൂൾസ് എല്ലാവരും അതിഗംഭീരമായിട്ട് ആസ്വദിച്ചു തുടങ്ങുന്നൊരു നിമിഷം തന്നെയാണിത് ഈ പറയുന്നത്. +2 ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആർക്കും അറിയാമായിരിക്കും, അത്രമേൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു വർഷമല്ല +2 എന്ന് പറയുന്നത്. ലാബ് ഉണ്ട്, റെക്കോർഡ് ഉണ്ട്, സിലബസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആണ്. എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് മാത്തമാറ്റിക്സ് എല്ലാവരും അതിഗംഭീരമായിട്ട് പഠിക്കുക തന്നെ വേണം. എന്നാലാണ് നമുക്ക് വളരെ സുഖമായിട്ട് പറയുന്ന ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ടോപ്പേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ നിരന്തരമായിട്ട് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഏതൊരു വിദ്യാർത്ഥിയും ഫോളോ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് അതിഗംഭീരമായ ക്ലാസ്സുകൾ നിങ്ങൾ കാണണം. 2 എന്ന് പറയുന്നത് അതിഗംഭീരമായ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കണം. +1 എക്സാം ഡിഫിക്കൽട്ട് ആയപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളാണ് ഞങ്ങളോട് ചോദിച്ചത്, ഏത് ബുക്കാണ് പഠിക്കേണ്ടത്, ഏത് ബുക്ക് പഠിച്ചാലാണ് ഞങ്ങൾക്ക് മാത്തമാറ്റിക്സിനകത്ത് ഫുൾ മാർക്ക് ലഭിക്കാൻ വേണ്ടി സാധിക്കുകയെന്ന്. മക്കളെ, നിങ്ങൾ എവിടെയും തേടി പോകേണ്ട കാര്യമില്ല, ഒന്നും തേടി പോകേണ്ട കാര്യമില്ല. ഇതാ നിങ്ങൾക്ക് വേണ്ടി അതിഗംഭീരമായ സ്റ്റഡി മെറ്റീരിയൽ സൈലം ഒരുക്കി വെച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം സൈലത്തിന്റെ അഗ്നി ബാച്ച് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ മക്കൾക്കും സൈലത്തിന്റെ സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആവാൻ വേണ്ടി പോവുകയാണ്. സൈലം സ്റ്റോറിലൂടെയും അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന് അടുത്തുള്ള സ്റ്റോറിലും എല്ലാം തന്നെ ഇനി സൈലം മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. നമ്മൾക്ക് +2 മാത്സിലെ 1ാമത്തെ പാഠമായിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി സൈലം സ്റ്റഡി മെറ്റീരിയൽ കാത്തു വെച്ചിരിക്കുന്നത് പരിശോധിക്കാം. 1ാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എല്ലാവർക്കും കൂടെ കാണാൻ സാധിക്കും. ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും നമ്മൾ ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ്ങുള്ള ചോദ്യങ്ങളും ചെയ്തിരിക്കണം. ആദ്യമായിട്ട് പറയുന്നു, എന്താണ് റിലേഷൻ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, +1 ക്ലാസ്സിനകത്ത് പഠിച്ച കാര്യമാണ് റിലേഷൻ എന്താണെന്ന്. അതിന്റെ ഡെഫിനേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. പിന്നെ +2 ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ ടൈപ്സ് ഓഫ് റിലേഷൻ ആണ് നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞ ഒരു സബ് ടോപ്പിക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിന് മുമ്പ് നിങ്ങൾക്ക് എന്താണ് എംപ്റ്റി റിലേഷനും യൂണിവേഴ്സൽ റിലേഷനും എല്ലാം തന്നെയാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് എവിടെയാണ് വേരിയസ് ടൈപ്സ് ഓഫ് റിലേഷൻ. അത് മറ്റൊരു ബോക്സിൽ നിങ്ങൾക്ക് ഇട്ട് വളരെ വൃത്തിയിൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഈക്വിവാലൻസ് റിലേഷനും ഈക്വിവാലൻസ് ക്ലാസും. ഈക്വിവാലൻസ് ക്ലാസിനെ പറ്റി പറയുമ്പോൾ 2024 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈക്വിവാലൻസ് ക്ലാസ്സിൽ നിന്നാണ്. പൊതുവെ ഒരു പുസ്തകത്തിലും ഇല്ലാത്തൊരു കാര്യം ഈക്വിവാലൻസ് ക്ലാസ്. സൈലത്തിന്റെ മെറ്റീരിയലിനകത്തുള്ള കാര്യം ഈക്വിവാലൻസ് ക്ലാസ്. സോ ഇത്ര ടോപ്പിക്സ് കഴിഞ്ഞു. ഈ കാണുന്ന ടോപ്പിക്കിനെ സംബന്ധിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. എല്ലാത്തിൻ്റെയും സൊല്യൂഷൻസും അവൈലബിൾ ആണ്. പൊതുവെ മാത്തമാറ്റിക്സിന്റെ കേസ് പറയുമ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ലഭിക്കാൻ ഈസിയാണ്, പക്ഷേ സൊല്യൂഷൻ ലഭിക്കാൻ ഈസി അല്ല. സൈലത്തിന്റെ മെറ്റീരിയലിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും സൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ ലഭിക്കാവുന്നതാണ്. ഇനി ഓരോ പേജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ താഴെ എന്താണ് സ്പേസ് ഫോർ കീനോട്ട്സ് എല്ലാം കാണാൻ സാധിക്കും. ഈ കാണുന്ന സ്പേസ് ഫോർ കീനോട്ട്സിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. സോ എല്ലാ മക്കളും ഈ കാണുന്ന സ്പേസ് ഫോർ കീനോട്ട്സ് എല്ലാം തന്നെ പഠിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് യൂസ് ചെയ്ത് മുന്നോട്ട് പോകുക. മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്ന ഭാഗത്ത് അടുത്ത റിസൾട്ട് വരുന്നു. ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. +2 വിദ്യാർത്ഥികൾ എല്ലാവരും അറിഞ്ഞെടുക്കേണ്ട ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് എല്ലാം തന്നെ ഇത്തരത്തിൽ ഓരോ ബോക്സിലാക്കി തന്നിട്ടുണ്ടാകും. സോ ഫോർമുല പഠിക്കുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആയിക്കോട്ടെ, ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഫോർമുലാസ് എല്ലാം തന്നെ ഇത്തരത്തിൽ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ് തരുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കില്ല. വളരെ സുഖമായിട്ട് ഇവിടെ ഫോർമുല ഉണ്ടെന്നും ഈ കാണുന്ന ഫോർമുല മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് തന്നെ എക്സാംസിന് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള റിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ മുന്നോട്ട് പോകുന്ന മക്കളെ ഫങ്ഷൻസ്, നമ്മുടെ സെക്കൻഡ് ടോപ്പിക്. ഫങ്ഷൻസ് പറയുമ്പോൾ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അതിന്റെ ബൈജക്റ്റീവ്നെസ്സും എല്ലാം തന്നെ പറഞ്ഞുള്ള തിയറി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ ആ കാണുന്ന ഫങ്ഷൻസിന്റെ കറസ്പോണ്ടിങ്ങിലുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്ന ഇപ്പോൾ NCERT ബുക്കിനകത്ത് ആയിക്കൂടി 1-2 ചോദ്യം മാത്രം പഠിക്കാനുള്ള ഭാഗത്തിലെ ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സൈലം മെറ്റീരിയലിനകത്ത് പ്രസന്റ് ചെയ്യുന്നത്. ഇൻവേഴ്സ് ഓഫ് ഫങ്ഷൻ പറയുമ്പോൾ അത് കറന്റ്ലി അധികം പഠിക്കാനില്ലാത്ത സിലബസ് തന്നെയാണ്. എന്നാൽ തന്നെ ശ്രദ്ധിക്കുക, എക്സാം സിലബസിൽ ഉണ്ട്. ഇതിന്റെ 1-2 പേജിലാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. നമ്മുടെ +2 ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ ആ കാണുന്ന കോണ്ടന്റ് ഉൾപ്പെടെയാണ് നമ്മൾ മെറ്റീരിയലിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അഡീഷണൽ പ്രോബ്ലംസ്. ഏതൊരു വിദ്യാർത്ഥിയും ഈ കാണുന്ന പ്രോബ്ലത്തിന് പുറമെ ചെയ്തിരിക്കേണ്ട അഡീഷണൽ പ്രോബ്ലംസ് ആണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ലിസ്റ്റ് ഓഫ് പ്രോബ്ലംസ്. എല്ലാവരും ഈ കാണുന്ന പ്രോബ്ലം ചെയ്തതിനു ശേഷം അവസാനമായിട്ട് നിൽക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് 10 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ഉൾപ്പെടെയാണ് സൈലത്തിന്റെ മെറ്റീരിയൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. 2023 മാർച്ചിലെ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്.
ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് 2023 മാർച്ചിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ചോദ്യം മാത്രമല്ല, അതിന്റെ ഉത്തരം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. കറസ്പോണ്ടിങ്ങിന് ഇതിന്റെ ആൻസറും ഉണ്ട്. ഇത്തരത്തിൽ വളരെ സ്ട്രക്ചേർഡായ മെറ്റീരിയലാണ് സൈലം എല്ലാവർക്കും വേണ്ടി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. 2023 മാർച്ച് മാസത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ മുതൽ 2014 മാർച്ച് വരെയുള്ള ചോദ്യ പേപ്പർ എല്ലാവർക്കും ഇവിടെ അവൈലബിൾ ആയിരിക്കും. 2014 മാർച്ച് മാസം 2014 സെയിം ഇവിടെയുണ്ട്. എല്ലാത്തിൻ്റെ സൊല്യൂഷൻസും ഉണ്ട്. സോ ഈ കാണുന്ന ബുക്ക് നിങ്ങൾ പഠിച്ചാൽ മതി. വേറെ ഒരു ബുക്കും ഫോളോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. സോ എല്ലാ മക്കളും ഇപ്പോൾ തന്നെ സൈലം സ്റ്റോറിൽ കയറി അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് അടുത്തുള്ള ബുക്ക് സ്റ്റാളിൽ നിന്ന് സൈലം ബുക്ക് വാങ്ങും. ഒന്നിച്ച് പഠിക്കാം. +2 ക്ലാസ്സിനകത്ത് ഫുൾ മാർക്കിലേക്ക് നമുക്ക് ഒന്നിച്ച് നടന്നു നീങ്ങാം. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്.